ഹായ് കൂട്ടുകാരെ, ഹോട്ടൽ സ്റ്റൈൽ നല്ല ക്രീമി ഗ്രീൻ ബീൻസ് കുറുമ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നല്ല ജീരകം കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കൂടെ വരുവേ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് കണക്ക് ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഗ്രീൻ ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബ്രില്ലറിൻ്റെ ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഈ ഗ്രീൻ ബീൻസിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കൈപ്പിടി കാഷ്യൂ നട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും മെയിൻ പാർട്ടാണ് ഇതാണ് കറിക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂട്ടുന്നത്. കാഷ്യൂ അടിച്ചതിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി കയ്യിൽ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലെ ഏറ്റവും ലാസ്റ്റ് ടച്ചാണ് കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ഗ്രീൻ ബീൻസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു റെസിപ്പിയായി വരുന്നിടം വരെ ബായ്.